ഇനി നമ്മൾ ഇന്നത്തെ അവസാനത്തെ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നു. നമുക്ക് പ്രഭാഷണം പറഞ്ഞു തരുന്നത് വി ജി ലീല. നമ്മളുടെ ഈ ഭാഗവത കുടുംബം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായത് മുതൽ ആദ്യം മുതൽ തന്നെ നമ്മുടെ ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും സത്സംഗങ്ങൾക്കും ഉപാസനകളിലും ഒക്കെ അമ്മ പങ്കെടുക്കാറ് പതിവുണ്ട്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി ഭാഗവതഹംസ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനം ആണ് ഇന്ന്. ഈ ദിവസത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നതായിട്ടുള്ള ഈ മഹായജ്ഞത്തില്, ഭാഗവത നവാഹയജ്ഞത്തില് ബ്രഹ്മോപദേശം എന്ന ഭാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം ചെയ്യുവാൻ വേണ്ടിയിട്ട് വി ജി ലീല അമ്മയെ ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുവാൻ വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ജന്മാദ്യസ്യ യതോന്നതായിതരതച്ചാർത്തേഷ വിഘ്നസ്വരാൻ തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയാ േജോ വാരിമൃതാം യഥാ വിനിമയോ യത്രസ്യ സർഗോ മൃഷ ധാംനാശ്രേണ സദാ നിരക്തകുഹം നിത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ഓ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്മഖിലശക്തിധരാ സുധാംനാ അന്യാം സഹസ്രചരണ ശ്രവണാത്മകാനി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുല്യം. ഗോലോകനാദം നദപാരിജാതം ഗോപീനയനാബ്ദൂരം ജ്ഞാനാദിഭൂഷിതഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാവയോനിം. ശ്രീമദ്രത്നകിരീടകുണ്ടലധരം ശ്രീവല്യമാനാന്തരം ശ്രീപാദാർച്ചിത മുക്തിദാരധരം അത്തം നിരന്തരം. പാർത്ഥപ്രിയം മാധവം ഗോവിന്ദം ഗരുഡധ്വജം നിഗമസംവേദ്യം സരോജക്ഷണഗോസ്തി വേന്വയ ബാലകസുരപുരം പൂർണ്ണത്രയേശം ഭവേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അനുത്തിരുമേനിക്കും ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും, എൻ്റെ ഉപാസനയിലെ എല്ലാ ഭാഗവത പ്രേമികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം, പാദ നമസ്കാരം. മള്ളിയൂർ ശങ്കരത്തിരുമേനിയുടെ ശ്രാദ്ധ ദിനം പ്രമാണിച്ച് ഇങ്ങനെ ഈ കർക്കട മാസത്തിൽ ഒരവസരം നൽകിയതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഞാനിവിടെ പ്രകരണം എനിക്ക് തന്നിരിക്കുന്നത് ദ്വാദശ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായമായ ബ്രഹ്മോപദേശമാണ്. നമുക്കറിയാം, നമ്മുടെ പരീക്ഷിത്ത് മഹാരാജാവ് ശരിക്കും ഇവിടെ ശപിച്ചതിന് ശേഷം അത് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന സമയത്താണ് ഈ 7 ദിവസം എങ്ങനെ കഴിഞ്ഞുകൂടണം, എങ്ങനെ എന്ത് ചെയ്യണം, ഒരു മരണം എടുത്തിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം, എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ സുഖമഹർഷി വന്ന് ആ പരീക്ഷിത്ത് മഹാരാജാവിന് ആ 7 ദിവസം ആ ഭാഗവത കഥകൾ മുഴുവൻ, ഭഗവാന്റെ ലീലകൾ എല്ലാം അറിഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാം, അഡ്വാങ്കന് 2.5 നിമിഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പരീക്ഷത്തിന് 7 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കോ, നമ്മൾ വരുമ്പോ തന്നെ ടിക്കറ്റ് എടുത്തിട്ടാ വന്നിരിക്കണം. നമുക്കറിയില്ല നമ്മൾ എപ്പോഴാ പോവുക, എവിടെയാ പോവുക, എന്ത് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പൊ നമുക്ക് സൗകര്യം കിട്ടിയാലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ആ നാരായണ നാമം തന്നെ പറഞ്ഞ് നടക്കാൻ പറയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കലികാലത്ത് ഒരു മോക്ഷം കിട്ടുകയുള്ളൂ. വേറൊന്നും നമ്മൾ ചെയ്യണ്ട. ഒരു തപസ്സോ ഒരു ധ്യാനമോ ഒരു യോഗമോ ഒന്നും ചെയ്യണ്ട. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവർക്ക് വേണ്ട സഹായം ചെയ്ത് നമ്മൾ ആ നാരായണ നാമം ജപിച്ചു കൊണ്ട് നടന്നാൽ നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും നമുക്ക് ആ ഭഗവാന്റെ അടുത്തെത്താൻ സാധിക്കും. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ഇവിടെ സുഖമഹർഷി പരീക്ഷത്തിനോട് ഈ 5 അധ്യായത്തിലായിട്ടാണ് ഉപദേശം പറയുന്നത്. അതിൽ 5-ാമത്തെ അധ്യായത്തിലാണ് ബ്രഹ്മോപദേശം. 12
ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ വളരെ അർത്ഥവത്തായ തത്വസഹിതമായ ആ 12 ശ്ലോകങ്ങൾ ശരിക്ക് നവരത്നം തന്നെയാണ്. നല്ല രത്നമായിട്ടുള്ള ആ ഉപദേശമാണ്. ആ ഉപദേശം നമ്മൾക്കും കൂടി കേൾക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പരീക്ഷത്തിന് അത് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടി. പരീക്ഷത്തിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അദ്ദേഹം ജ്ഞാനപണ്ഡിതനാണ്, എല്ലാം അറിയുന്നവരാണ്, അതുകൊണ്ട് അവർക്ക് പറഞ്ഞതിനെ മനസ്സിലാവും. പക്ഷെ നമ്മളെ പോലെ ഈ കലികാലത്തുള്ള നമ്മളെ പോലെ എല്ലാവർക്ക് ഈ സംസാര സാഗരത്തിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ തന്നെ ആ ഭഗവാന്റെ ആ നാമധേയം പറഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയാണ് വീണ്ടും ശുഭമഹർഷി വീണ്ടും വീണ്ടും ആ ഉപദേശം പറയുന്നത്. ആ ഉപദേശത്തിലേക്ക് കിടക്കാം. ശ്രീശുഖൗവാച അത്രാനുവന്യതേ ഭീഷ്ണം വിശ്വാത്മാ ഭഗവാൻ കരി യസ്യ പ്രദാനോ ബ്രഹ്മ രുദ്രക്രോധ സമുദ്ഭവാം. ഇടം പറയാണ്, ഭഗവാൻ പറയാണ്, അല്ലയോ പരീക്ഷ മഹാരാജാവേ, കല്ലിൽ നിന്നുണ്ടായ സൃഷ്ടികർത്തായ ബ്രഹ്മാവിന്റെ കഥകളും അതേസമയം ക്രോധപൂർണമായ ശ്രീ രുദ്രന്റെ കഥകളും ആ കഥകളും എന്നാൽ ഭഗവാൻ ഹരിയിൽ നിന്നുണ്ടായ എല്ലാ കഥകളും ഞാൻ അങ്ങക്ക് വളരെ വിസ്തരപൂർവ്വം പറഞ്ഞു തന്നു. എന്തിനാണ് ഈ കഥകളൊക്കെ പറഞ്ഞത് എന്ന് പറയുകയാണ്. എന്തിനെന്തുവെന്ന് വെച്ചാൽ നമുക്ക് ഭക്തി വരാനാണ്. ഭക്തി വന്നാൽ മാത്രമേ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ. മനസ്സ് ശുദ്ധമായാൽ മാത്രമേ ഈ സംസാര സാഗരത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പറയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. അപ്പോ അതിനു വേണ്ടിയാണ് 7 ദിവസം വീണ്ടും 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 ഭഗവാന്റെ കഥകളെ ലീലകളെ പറഞ്ഞു തന്ന്. എല്ലാം നമുക്കറിയാം, ഇതിൽ എല്ലാം ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്, ഒന്നും ഡയറക്റ്റ് ആയിട്ടില്ല. ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ അവിടെ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവ് അത് നാരദർക്ക് പറഞ്ഞു കൊടുത്തു, വ്യാസന് വന്നു, വ്യാസന്റെ കയ്യിൽ നിന്ന് സുഖമഹർഷിക്ക് വന്നു. അവർ പറഞ്ഞു എന്ന് പറയാണ്ട് ആരും നമ്മൾ പറഞ്ഞു എന്ന് പറയണില്ല. അപ്പൊ നമ്മളും അതുപോലെ, നമ്മളും നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് എന്തൊക്കെ കേട്ടു, എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ അറിവിന് എന്ത് കിട്ടിയോ അത് നമ്മൾ ഇവിടെ പറയുകയാണ്. അപ്പൊ പറയണം, അതിനാണ് വീണ്ടും വീണ്ടും പറയണത്. അപ്പൊ നമ്മൾക്ക് എന്താ വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഭാഗവതം പഠിക്കാനോ ഒരു കൊല്ലം കൊണ്ട് പഠിക്കാനോ ഒന്നും സാധിക്കില്ല. ജീവിതകാലം മുഴുവൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ മഹർഷിമാരൊക്കെ, എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ വീണ്ടും വീണ്ടും അതിനെ പ്രാക്ടീസ് ചെയ്ത് അതിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും, എന്തൊക്കെ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അവർ പരിശ്രമിക്കുകയാണ്. അത് കേട്ടാണ് നമ്മൾ എന്തെങ്കിലും നമുക്കൊരു കുറച്ച് ഉപ്പോളം വരില്ല, ഉപ്പിലിട്ട വരില്ല, അതുപോലെയാണ് കുറച്ച് കിട്ടണമല്ലോ, അത് കിട്ടണമെന്ന് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളടുത്ത് സുഖമഹർഷി പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അറിഞ്ഞത്. അതുകൊണ്ട് മനസ്സിലെ ഞാൻ ഈ പറയുന്നത് മുഴുവൻ അങ്ങ് ശ്രദ്ധയോടുകൂടി കേൾക്കണം. മനഃശുദ്ധമായാൽ മാത്രമേ നമ്മൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ശ്ലോകം പറയുന്നത്. അടുത്തതിന് ശേഷം പറയാം, തുരാജൻ മനുഷ്യേരി പശുപതി ഇമാംജഹി പിന്നെ പറയാണ്, അല്ലോ രാജാവേ, ഞാൻ ഇന്ന് പറയുന്നതും ആ തക്ഷകന്റെ കടിയേറ്റ് അങ്ങ് മരിക്കുമല്ലോ എന്നുള്ളതാണല്ലോ. അത് ശരീരത്തിനാണ്, ആത്മാവിനില്ല. അതുകൊണ്ട് ആ തെറ്റായ വിചാരം ഉപേക്ഷിക്കൂ. എന്തിനാണ് മനുഷ്യർ ഈ ശരീര അഭിമാനിയായ മൃഗപ്രായരായി നടക്കുന്നത്? അവർക്കറിയാം ഇത് നശ്വരമാണ്, നിത്യമല്ല, അത് ഇപ്പൊ കണ്ട നാളെ കാണില്ല, അതെല്ലാം അറിയാമെങ്കിലും പിന്നെ ഹരി ഓം. ഞാൻ അവളെ അത് പഠിപ്പിക്കാനാക്കിയത് എനിക്ക് അവിടെ പോയി തൊഴാമെന്ന്. അത് ആ തെറ്റായ വിചാരം ഉപേക്ഷിക്കൂ, അത് തെറ്റാണ് എന്ന് പറയാണ്. നമ്മള് മനുഷ്യര് ആ സംസാര സാഗരത്തിൽ വീണിട്ട് വീണ്ടും വീണ്ടും അതിനെ നമ്മുടെ കുടുംബമാണ് അതാണെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അതൊന്നുമില്ല, ശരീരമല്ല, ആത്മാവാണ് നിത്യം, പരമമായ സത്യം ആത്മാവാണ്. അപ്പൊ ആ ശരീരത്തിനെ ആത്മാവിൽ ലയിച്ചു കൊണ്ടാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ആത്മാവ് ജനിക്കണമില്ല മരിക്കണമില്ല, നമ്മുടെ ശരീരം മാത്രമേ ജനിക്കണമുണ്ടോ മരിക്കണമുണ്ടോ. അത് നമുക്ക് ഒരു ശങ്കരാചാര്യരുടെ കഥ പറയാറുണ്ട്. ഒരിക്കൽ ശങ്കരാചാര്യർ കാശിയിൽ പോകുന്ന സമയത്ത് ഒരു ചണ്ടാളൻ മുമ്പിൽ വരുന്നുണ്ട്. അപ്പൊ ആ ശിഷ്യന്മാരൊക്കെ അവരോട് മാറാൻ പറയാണ്. അപ്പൊ അവർ ചണ്ടാളൻ ചോദിക്കുകയാണ്, ആരാ മാറേണ്ടത്, ഞാനോ നിങ്ങളോ? എന്താ വെച്ചാൽ
എന്റെ ശരീരവും പഞ്ചഭൂതാത്മകമാണ്, നിങ്ങളുടെ ശരീരവും പഞ്ചഭൂതാത്മകമാണ്. എന്റെ ശരീരം ആത്മാവുണ്ട്, ആ ആത്മാവിന് നിങ്ങൾക്കും ഉണ്ട്. ഇതിൽ ആരാ തെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചോദിക്കുകയാണ്. ആ ചോദ്യം അത് ശങ്കരാചാര്യർ കേൾക്കുകയും അങ്ങോട്ട് മനസ്സിലായി. അന്ന് മുതലാണ് എന്ത് അദ്വൈതം എന്നുള്ള ആ തത്വം മനസ്സിലാക്കിയത്. അപ്പൊ ഇതുപോലെ നമ്മളും എല്ലാവരും ഒരേപോലെ ആൾക്കാരാണ്. ആ എല്ലാവരിലും ശരീരമുണ്ട്, ആത്മാവുണ്ട്. നമ്മൾ ആ ആത്മാവിനെ സ്നേഹിക്കണം, ശരീരത്തെ അല്ല. ഈ ശരീരം ഇല്ലെങ്കിൽ നാളെ ഉണ്ടാവില്ല. ആത്മാവ് അങ്ങനെയല്ല, അത് ഭഗവാനിൽ ലയിച്ചു ചേരും, നമുക്ക് ആ മോക്ഷപ്രാപ്തി കിട്ടും. ഇങ്ങനെ പറയാണ്. പിന്നെ പറയാണ്, എത്ര പുത്രപൗത്രാദികൾ എന്തൊക്കെ ഉണ്ടായാലും അവരാരും നമ്മുടെ കൂടെ വരാൻ പോകുന്നില്ല. അവരൊക്കെ അവരുടെ ജോലി നോക്കി പോകും. അതാ സമയത്ത് അവരുണ്ടാവും. അതേപോലെ അപ്രകാരം പറയുകയാണ്, എപ്രകാരമാണോ വീട്ടിൽ നിന്നും വൃക്ഷം ഉണ്ടായി അത് ഉണ്ടാവുന്നത് പോലെ അത് അത്ര വളരാനും പോകുന്നില്ല, ഉണ്ടാകാനും പോകുന്നില്ല. അതുപോലെ എങ്ങനെയാണ് അഗ്നി വിറകിൽ നിന്നും വേറെയില്ല. അഗ്നി അതിലുണ്ട്, പക്ഷെ നമ്മളത് കത്തിക്കുമ്പോൾ അത് നമുക്ക് കാണുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ ആ അഗ്നി അതിൽ എപ്പോഴും ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അടുത്തത് പറയാണ്, ശിരച്ഛേദം പഞ്ചത്വാത്മനാ സ്വയം യസ്മാസ്പശ്യതി ദേഹസ്യ തദാത്മാഹി ചോഹര. ഇങ്ങനെ പറയാണ്, നമ്മള് ഇറങ്ങുമ്പോ സ്വപ്നം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നൊരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നൊരു കള്ളം വന്നു, അല്ലെങ്കിൽ ഒരു തല വെട്ടിട്ട് പോയി എന്നൊക്കെ നമ്മൾ സ്വപ്നത്തില് കാണുന്നുണ്ട്. പക്ഷെ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലോ നമ്മൾ എന്താ കാണിക്കുന്നത്? മരണം സംഭവിക്കുന്നില്ല, അവിടെ ഒന്നുമേ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇവിടെ എന്തിനാ പറയുന്നത്? ആ കാരണം പറയാൻ കാരണത് ആ സ്വപ്നത്തിന് ശരീരമല്ല നമ്മുടേത്, അത് വേറെയാണ്. ആ സാക്ഷാത്കാരം നമ്മൾ അറിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കും? ആ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള ശരീരത്തെയും നമുക്ക് ആത്മാവാണെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ ശരീരം നശിക്കുമ്പോഴും ആത്മാവായ അങ്ങ് എപ്പോഴും ഇവിടെ ഉണ്ടാവും. അങ്ങക്ക് ഒരു നാശമില്ല, ഒരു ജനനവും ഇല്ല, ഒരു മരണവും ഇല്ല എന്ന് പറയാണ്. അതിന് ഉദാഹരണം പറയുകയാണ് അടുത്ത ശ്ലോകത്തില്. ഘടേ പിന്നെ യഥാകാശ ആകസ്യത്യാദ്യതാ പുരാ ഏവം ദേഹേ മൃഗേ ജീവ ബ്രഹ്മ സംബന്ധരേ പുനാ. നമുക്കറിയാം, ഒരു കുടം ഉണ്ടെങ്കിൽ ആ കുടത്തില് ഒരു സ്പേസ് ഉണ്ടാവും, ഒരു കാറ്റുണ്ടാവും. അത് പുറത്തും അതേ സ്പേസ് ഉണ്ടാവും, കാറ്റും ഉണ്ടാവും. എപ്പോഴാണോ ആ കുടം ഉടഞ്ഞ് നാശമാകുന്നത്, ആ സമയത്ത് ആ അതിലെ കാറ്റ് പുറത്തുള്ള ആകാശത്തുള്ള കാറ്റുമായി ചേരും. അതേപോലെ നമ്മുടെ ജീവനിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ജീവനിൽ ഇരിക്കുമ്പോൾ അത് ശരീരം കൊണ്ട് മൂടപ്പെട്ട് നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. പക്ഷെ ശരീരം നശിച്ചാൽ ആത്മാവ് നശിക്കില്ല, ആ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു തരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആത്മാവിന് ഒരിക്കലും നാശമില്ല. അപ്പോൾ ആ ശരീരത്തിനെ മറന്ന് ആത്മാവിനെ സാക്ഷാത്കാരം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോ നമുക്ക് അതേപോലെ പറയാം, മണ്ണിന്റെ കാര്യം പറയാം. മണ്ണിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെട്ടിക്കഴിഞ്ഞാൽ മണ്ണിന്റെ കുടം മുടഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണിൽ ചേരും. അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾക്ക് തുടക്കം മുതലേ നമുക്ക് പറഞ്ഞു വരികയാണ്. ഇതൊക്കെ ശാശ്വതമല്ല, അതൊക്കെ എവിടെയും ഒരു ഭഗവാനിൽ ചെന്ന് ചേരും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ശ്ലോകം പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, മനസ്മൃതി വൈദേഹാൻ ഗുണാൻ കർമ്മണി സാത്മനാ അന്മനശ്ചിതേ മായാ അനോ ജീവസ്യ മൂലം. ഇപ്പൊ ഇവിടെ പറയാണ്, ഈ മനസ്സില് ശരീരത്തില് ജീവൻ, മനസ്സ്, ശരീരം എന്നുള്ള ഈ തത്വം വരാൻ കാരണം എന്താണ്? ആ മായാവായ ആ ഗുണം, മായയുടെ ഗുണം കൊണ്ടാണ്. ആ സത്വരജ തമോ ഗുണം എത്ര കാലം നമ്മളിൽ ഇരിക്കുമോ നമ്മൾ അതിനെ ജയിക്കണം. അത് ജയിച്ചാൽ മാത്രമേ നമുക്ക് ആ ഭഗവാനിൽ ലയിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഏകാദശ സ്കന്ധത്തില് 11-ാം അധ്യായത്തില് ഹംസഗീതയില് അവിടെ ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുകയാണ്, ബുദ്ധിയും ഗുണങ്ങളും ഒന്നിച്ചു പോകുമ്പോൾ ബുദ്ധി ഗുണത്തിനെയും ഗുണം ബുദ്ധിയെയും ആശ്രയിച്ചിരിക്കല്ലേ, എങ്ങനെ അത് വേർതിരിക്കാൻ സാധിക്കുമെന്ന് സനകാദികൾ ബ്രഹ്മാവിനോട് ചോദിച്ചത് അതിന്റെ ഉത്തരമായിട്ട് പറഞ്ഞു കൊടുത്ത ഭഗവാൻ ഇവിടെ ഉദ്ധവർക്ക് ആ കഥ പറഞ്ഞു കൊടുക്കണു. അതിനെ അവിടെ പറയണേ, ഈ ത്രിഗുണങ്ങളെ ഇല്ലാതാക്കി അതിനെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആത്മാവും ആത്മാവും ഒന്നാണെന്ന്, ആ ഭഗവാനും താനും ഒന്നാന്നുള്ള ആ തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ ഇവിടെ അതാണ് പറയണത്, എല്ലാത്തിനും കാരണം നമ്മുടെ മനസ്സാണ്.
ആ മനസ്സെങ്ങനെ നമ്മുടെ സംസാര സുഖത്തിൽ നടത്തലാണ്. നമ്മൾ സംസാരമായ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുട്ടികള്, ഭർത്താവ്, നമ്മുടെ വീട്, കാറ്, ബംഗ്ലാവ്, ഇതൊക്കെ നമ്മൾ ആ പിന്നാലെ ആ മനസ്സിനെ കൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിനെ ആരാണോ ഇല്ലാതാക്കുന്നത്, ആ ത്രിഗുണങ്ങളെ ഇല്ലാതാക്കിയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ പറയാണ്. അപ്പൊ ഈ ആത്മാവിനാണെങ്കോ ജനനമന സ്വരൂപങ്ങൾ ഒന്നുമേ ഇല്ല. ആ നമ്മുടെ ശരീരം ആ തന്മയീഭാവം കൊണ്ട് മായയിൽ ചേരുമ്പോഴാണ് നമുക്ക് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ അത് ഇല്ലാത്തോളം കാലം വരെ നമുക്ക് ഭഗവാനെ നിർണ്ണയിക്കാൻ സാധിക്കും എന്ന് പറയാണ്. പിന്നെ അതിനൊരു ഉപകാരം പറയാണ്. എങ്ങനെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. സ്നേഹത്തിഷ്ടാവർത്തി സംയോഗോവിധ തതോ ദീപസ്യ ദീപത്വം ഏവം ദേ ശത്രുതോഭവ രജസത്വമോ വൃത്യാനിശ്യതി. അപ്പോ എണ്ണ, തിരി, അഗ്നി എല്ലാം ഉണ്ട്. എണ്ണയും തിരിയും എത്രത്തോളം നാളുണ്ടാവുമോ അത്രത്തോളം ആ തിരി കത്തിക്കൊണ്ടേയിരിക്കും, അഗ്നി കത്തിക്കൊണ്ടേയിരിക്കും. അത് തീർന്നു കഴിഞ്ഞാൽ അത് ഇല്ലാതാവും എല്ലാവരും. പക്ഷെ അഗ്നി അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾക്ക് കാണില്ല എന്ന് മാത്രം. നമ്മുടെ കണ്ണിലേക്ക് ഇത് കാഴ്ച ഉണ്ടാവില്ല. ആ 3 ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. അതില് നാളം കെട്ടുപോയി കഴിഞ്ഞാൽ തന്നെ അവിടെ തീ ഉണ്ടാവും, പക്ഷെ നമ്മൾക്ക് കാണാത്തതുപോലെ. അതുപോലെയാണ് നമ്മുടെ മനസ്സിലെ ഈ 3 തത്വങ്ങള് 3 പ്രകടമായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ എല്ലാ ചിന്തകളും വരുന്നത്. അത് ഇല്ലാതെ കെട്ടാൽ അഗ്നി കെട്ടുന്ന പോലെ അത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സങ്കടം ഉണ്ടാവില്ല എന്ന് പറയണം. അതിന് അപ്പോഴാണ് നമ്മൾ ആ ബ്രഹ്മമായ സത്യത്തെ അറിയുന്നത്. അപ്പോഴേ നമുക്ക് ആ ബ്രഹ്മത്തിനെ പറയാൻ സാധിക്കുള്ളൂ. ആ ത്രിഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകണം. തത്രാത്മാ സ്വയം ചോതി യോ വ്യക്താവ്യക്തയോ ഹരി ആകാശ ആധാര അതിനുശേഷം പറയുകയാണ് ഭഗവാന്റെ ആ ഗുണങ്ങളെ പറ്റി പറയുകയാണ്. ആകാശം എന്ന പോലെ എല്ലാ വസ്തുക്കൾക്കും ആധാരഭൂതനാണ് ഭഗവാൻ. അതിനുശേഷം ശാശ്വതനാണ്, അവസാനമില്ലാത്തവനാണ്, ഉപമിക്കാൻ കഴിയാത്തവനാണ്. അനുമാനം കൊണ്ട് ഏകാഗ്രവും ഭഗവത്ഭക്തി കൊണ്ട് നിർമ്മലവുമായി തീർന്ന ബുദ്ധി കൊണ്ട് തന്നിൽ താനായി വളങ്ങുന്ന ആ ഭഗവാനെ തിരിച്ചറിയുന്നത് അവർക്ക് ആ ഭഗവാനെ എടുക്കുമ്പോ നിങ്ങളൊന്ന് ഒന്ന് ഹലോ പറയൂ കേട്ടോ, എന്നിട്ട് ഞാൻ വാങ്ങിച്ചോളാം. ഹരിയോ. അതിനുശേഷം പറയാണ് ആത്മാവ് സ്വയം പ്രകാശരൂപിയാണ്. സ്ഥൂല സൂക്ഷ്മ ആ പഞ്ചവ്യത്യാസങ്ങൾ ആത്മാവിന് ഇല്ല. ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്നത് സ്ഥൂല പ്രപഞ്ചവും സ്വപ്നത്തിൽ നാം കാണുന്നത് സൂക്ഷ്മ പ്രപഞ്ചവുമാണ് എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അതിനുശേഷം അടുത്തതില് ഏവമാത്മാനോത്മസ്സം ആത്മനൈവാമൃഷപ്രഭോ അപ്പോൾ ആ ഭഗവത് ഭക്തി കൊണ്ട് നമുക്ക് എല്ലാം സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തില് ചോദിതോ വിപ്രമാത്യേന നത്വാം ദക്ഷതി ദക്ഷക മൃത്യോ നോപദക്ഷ്യന്തി മൃത്യുനാമൃത്യുമീശ്വരം പറയാണ്. ശൃംഗി എന്ന മുനികുമാരൻ കർഷകൻ കടിച്ചു മരിക്കുന്ന അങ്ങേ ശപിച്ചു എങ്കിലും അത് ശരീരാഭിമാനമുള്ളവർക്ക് മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. അങ്ങേ പോലുള്ളവർക്ക് ഈ 7 ദിവസം ഭാഗവതം കേട്ട അങ്ങേ പോലുള്ളവർക്ക് അത് ബാധിക്കില്ല. അങ്ങനെ വന്നാൽ തന്നെ അത് തക്ഷകനല്ല, ശരീരമല്ല എന്നുള്ള ആ ആത്മബോധം ഉണ്ടാവും. അതാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഭക്തിത്വം നഷ്ടപ്പെട്ട് നമുക്ക് നമ്മൾ ആത്മാവായി തീരുന്ന പറയണേ. അപ്പോ എപ്രകാരമാണ് സമുദ്രത്തെ അടുത്ത നദികൾ സമുദ്രത്തിൽ വന്ന് വീഴുന്ന സമയത്ത് ആ സമുദ്രവും ആ നദികളും ഒന്നു ചേരുമ്പോ അവിടെ വ്യത്യസ്തമില്ല, ആ സമുദ്രമാണ് അവിടെ. അതേപോലെ നമ്മളും നമ്മുടെ ഈ മനസ്സിനെ ഭഗവാനിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം, ദേഹാഭിമാനം, സങ്കടം, സുഖം ഒന്നും നമ്മൾ അറിയില്ല. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനായിരുന്നു. അപ്പൊ ഇവിടെ പറയുകയാണ് അങ്ങനെ സർപ്പിക്കുന്ന ദക്ഷനെല്ലായി തീരും. പരീക്ഷിത്ത് മഹാരാജാവായി തീരും. ഈ പ്രപഞ്ചവും ഇല്ലാതായി തീരും. എല്ലാം ഭഗവാനാണ്, ആ ആത്മാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിന് അവിടുത്തെ ശ്ലോകമാണ്, വളരെ ഇമ്പോർട്ടന്റ് ഒരു ശ്ലോകമാണ്. അഹം ബ്രഹ്മ പരം ധാമ
ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷ്യമാത്മാനം ആത്മനിയാതായ നിഷ്കളേ. പരമാ പറയാണ്, ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും എല്ലാം എന്റേതാകുന്നു. ഞാനാണ് ഇവിടെ പറയാണ്, ഞാൻ എല്ലാത്തിലും പരമമായ കൃഷ്ണനായി ഇരിക്കുന്ന ബ്രഹ്മമാണ്. പരമോത്കൃഷ്ടമായ ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം. ഇന്ന് അങ്ങക്ക് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ വിഷമം വിളിക്കുന്ന 1000 പണങ്ങളെ കൊണ്ട് തക്ഷണൻ വന്നാലും കടിച്ചാലും അങ്ങനെ ഒന്നും അറിയുകയില്ല. എല്ലാം ആത്മാവിൽ കാണുന്നു. ഈ നമുക്കറിയാം, ഈ ഭൂമിത്തിൽ 84 ലക്ഷത്തോളം സ്പീഷീസ് ഉണ്ട് അത്രേ. ജരായുജം, മണ്ഡജം, ഉദ്ഗീജം, ക്ഷേതജം എന്ന് പറഞ്ഞിട്ട് ഇതില് 84 എല്ലാം 21 ലക്ഷം ഉണ്ട്. ഈ എല്ലാത്തിലും ആ ഒരേ ചൈതന്യമാണ് ഉള്ളത്. അത് പല പല രൂപത്തിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് വരച്ച് ഘടനയനുസരിച്ച് നമ്മൾ ചെയ്ത പ്രാരബ്ധം കർമ്മം മുതൽ നമുക്ക് ഓരോരോ ജന്മമെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഭഗവാന്റെ ഇത്രയധികം സ്പീഷീസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഒരേപോലെ ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാത്തിനും മനുഷ്യന് പഞ്ചഭൂതമാണ്, ആത്മാവാണ്, ശരീരമാണ്. പക്ഷെ ഒരാളെ പോലെ ഒരാളില്ല. അപ്പൊ ഭഗവാന്റെ സൃഷ്ടി ഒന്ന് ആലോചിച്ച് നോക്കും എത്രയാണ്. അപ്പൊ ഭഗവാൻ പറയണ ഈ ലോകത്തിൽ കാണുന്നതിൽ എല്ലാത്തിലും ഞാനാണ് എന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ ആ അറിവ് എപ്പോൾ അങ്ങക്ക് വരുമോ അപ്പോ അങ്ങക്ക് ദക്ഷകൻ കഴിക്കുന്നതും രാജാവാണെന്നും ഈ ലോകമുണ്ടെന്നും ഈ പ്രവചനമുണ്ടെന്നും ഒന്നും അറിയില്ല. ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ സത്യം നമുക്ക് മനസ്സിലാവും എന്ന് പറയുകയാണ്. ഇത് ഇവിടെ പറഞ്ഞിട്ട് അടുത്തത് പറയണം. ദശന്തം ദക്ഷകം പാദേ ദക്ഷസ്യ ശരീരം വിശ്വം മൃദു ആത്മന. അവിടെ പറയാണ്, ഈ ശരീരം മുഴുവൻ ആ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞ് ആ സത്വഗുണ രജോസങ്ങളെ ഇല്ലാതാക്കി ആരാണ് എന്നെ പ്രവർത്തിക്കുന്നത് അവർക്ക് ഈ ഭോഗത്തില് ആതൊരു ദുഃഖവും ഉണ്ടാവില്ല എന്ന് പറയാണ്. അതുപോലെ തന്നെയാണ് ആത്മാവ് കാണുന്ന ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ പഠിക്കുന്ന ദക്ഷകനും പരീക്ഷത്തും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറയണം. അങ്ങനെ ചെയ്തതിന് ശേഷം അതിനുശേഷം ഇവിടെ സുഖമഹർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, അങ്ങേക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി. ഇത്രയും ദിവസം 7 ദിവസം ഞാൻ പറഞ്ഞതെല്ലാം അങ്ങേക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അന്ന് ചോദ്യം ചോദിച്ചത് മരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങേക്ക് ശരീരം ഉപേക്ഷിക്കുമ്പോൾ യാതൊരു ദുഃഖമോ സത്യമോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവിടെ പറയുകയാണ്. ഇവിടെ പരീക്ഷത്ത് പറയുകയാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? ശരിക്കും നമ്മുടെ മനുഷ്യരുടെ ലക്ഷ്യം എന്താണ്? ശരം തു ജീവം പരമേവ ലക്ഷ്യം. സപ്തമസ്കന്ധത്തിൽ 15-ാം അധ്യായത്തിലെ ഗൃഹസ്ഥാശ്രമത്തിൽ നാരദർ പറയണതാണ് ഇത്. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അതായത് നമ്മുടെ ആത്മാവ്, ആ ആത്മാവിന്റെ ലക്ഷ്യം സ്ഥിരമായി പരമാത്മാവിനെ ലക്ഷ്യം ചെയ്ത് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് നീങ്ങി. ഞാൻ ഗൃഹസ്ഥാശ്രമം വേണ്ടെന്നല്ല, ഗൃഹസ്ഥാശ്രമം അതാതിന്റെ സമയത്ത് അതാത് ആശ്രമങ്ങൾ നമ്മൾ ചെയ്തു തരണം. ഗൃഹസ്ഥാശ്രമം അത് ഏറ്റവും വളരെ ഇതായിട്ടുള്ള പ്രശിഷ്ടമായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ആ ഗൃഹസ്ഥന് മാത്രമേ ബാക്കിയുള്ള ആശ്രമങ്ങളെ സഹായിക്കാനോ ഉപകരിക്കാനോ പറ്റുള്ളൂ. പക്ഷേ ഗൃഹസ്ഥാശ്രമം കൊണ്ട് നടന്നാലും എന്ത് ആശ്രമം കൊണ്ട് നടന്നാലും ഒന്നിലും നമ്മള് അതില് ആസക്തി ഉണ്ടാവാൻ പാടില്ല, അതിൽ ലയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ശ്രീമഹർഷി ചോദിക്കുകയാണ് പരീക്ഷനോട്, ഞാൻ പറഞ്ഞതെല്ലാം അങ്ങേക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ട്, ഇനിയും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ശ്രീമഹർഷി ആ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അപ്പോ പരീക്ഷത്ത് പറയുകയാണ്, എല്ലാം അങ്ങോട്ട് മനസ്സിലായപ്പോ ആ ശ്രീമഹർഷിയെ സാഷ്ടാംഗം നമസ്കാരം ചെയ്ത് തനിക്ക് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനായിട്ട് ധ്യാനം ചെയ്യണം. ധ്യാനം എങ്ങനെയുള്ള ധ്യാനമായിരിക്കും? പ്രാണായാമം, യോഗാസനം എന്തെങ്കിലും ചെയ്ത് ആ ശ്വാസത്തിനെ അടക്കി പിടിച്ച് അതിനെ പ്രത്യാഘാതമായി ധാരണയിൽ പോയി അതിനുശേഷം ധ്യാനം ചെയ്ത് സമാധിയിലെത്തണം. അങ്ങനെ എത്തി പരീക്ഷത്ത് അവിടെ നിന്ന് മോക്ഷം പ്രാപിച്ചു. ആ കർഷകൻ വന്നതും പറഞ്ഞില്ല, കടിച്ചതും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയാണ് പിന്നെ ചെറിയ ലെസൺ ആയത്. എനിക്ക് അറിയുന്ന മാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.
ഒരിക്കൽ കൂടി ഇതെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും മനോ തിരുമേനിക്കും എൻ്റെ എല്ലാ ഗുരുക്കങ്ങളിലും ഭാഗങ്ങളിലും ഈ പ്രകരണം ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളും തെറ്റുകുറ്റങ്ങളിൽ ക്ഷമിക്കുക. ഹരി ഓം തത്സത്. ഓം ഹരി ഓം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗമാണ് ബ്രഹ്മോപദേശം. അത് ഭംഗിയായിട്ട് നമുക്ക് ലളിതമായിട്ടുള്ള ഒരു ഭാഷയിൽ തന്നെ ആ ബ്രഹ്മോപദേശം ശ്രീലേച്ചി നമുക്ക് പറഞ്ഞു തന്നു. അവസാനം തുടക്കം മുതൽ ഇന്നലെ മുഴുവൻ ഇത് തന്നെയായിരുന്നു. ഉദ്ധവന്റെ ഉപദേശങ്ങളിലും എല്ലാവരുടെയും ഉള്ളില് ഈ നമ്മൾ നിത്യവും രാവിലെ പറയുന്നത് തന്നെ ആരാണ്? ഭഗവാൻ അല്ലാതെ വേറെ ആരുമല്ല ഇവിടുത്തെ എല്ലാത്തിനും കാരണം, കാരണഭൂതനായിട്ടുള്ള ഭഗവാൻ. അതിൽ നല്ലൊരു ഉദാഹരണം തന്നെയാണ് ആ ഘടാകാശത്തിന്റെ ലക്ഷണം പറഞ്ഞത്. വളരെ ഭാഗവതത്തിൽ തന്നെ എടുത്ത് കാണിച്ചതാണത് അല്ലെ. കുടത്തിനകത്ത് വായുണ്ട്, പുറത്തും വായുണ്ട്. നമ്മളെന്ത് പറയും? കുടത്തിലെ വായും പുറത്തെ വായും കൂടെ യോജിച്ചു. എവിടെ യോജിക്കാൻ? അങ്ങനെയില്ല. വായുവിന്റെ ഇടയ്ക്കൊരു കുടം വന്നു. അതുപോലെയുള്ള ചില കുടങ്ങളാണ് നമ്മൾ മുഴുവൻ. ഇത്രയേ ഉള്ളൂ അവിടെ. പരമമായിട്ടുള്ള വിശ്വാസം അല്ലേ. ആ എന്തായാലും വളരെ അധികം സന്തോഷം. നമ്മുടെ ആ കലാശം ഗംഭീരായി അല്ലേ. അവസാനത്തെ ആ ബ്രഹ്മോപദേശത്തിലോടുകൂടിയാണ് ഭാഗവതം നമ്മൾ ഇനിയും ധാരാളം സത്സംഗങ്ങൾ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഭാഗവതം വായിക്കുവാനും നാരായണീയവും ഒക്കെ വായിക്കാനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങളും അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും ഒക്കെ ഗുരുവായൂരപ്പൻ വേണ്ട പോലെ അമ്മയ്ക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.